ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വഴികാട്ടി, അഹിംസ എന്ന ആയുധത്താൽ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ മുട്ടുകുത്തിപ്പിച്ച വ്യക്തിത്വം, കുട്ടികളുടെ സ്വന്തം ബാപ്പുജി. ഏതാണ്ട് 200 നീണ്ട അടിമത്തത്തിന് വിരാമമിട്ട് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിന്റെ പാതയിലേക്ക് നയിച്ച പൊൻതാരകം. സ്വാതന്ത്ര്യത്തെ ജീവശ്വാസമാക്കി ധർമ്മത്തിന്റെ പ്രതിരൂപമായി മാറിയ ഗാന്ധിജിയെക്കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: അതായത്, ഇങ്ങനൊരു മനുഷ്യൻ ലോകത്ത് ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിക്കില്ല എന്ന്. മരണം അദ്ദേഹത്തെ പുണർന്നിട്ട് 7 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ജനഹൃദയങ്ങളിൽ ഇന്നും ഗാന്ധിജി ജീവിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവായി മഹാത്മാഗാന്ധിജി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും 4 മക്കളിൽ ഇളയവനായിട്ടാണ് ഗാന്ധിജി ജനിക്കുന്നത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ബാലവിവാഹം നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നതിനാൽ തൻ്റെ 13ാമത്തെ വയസ്സിൽ പോർബന്തറിലെ വ്യാപാരിയായ ഗോകുൽദാസ് മകാൻജിയുടെ മകൾ കസ്തൂർബയെ ഗാന്ധിജി വിവാഹം കഴിച്ചു. 1885 അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ച ശേഷം 1887 കഷ്ടപ്പെട്ടാണ് മോഹൻദാസ് ഗാന്ധിജി മെട്രിക്കുലേഷൻ പൂർത്തിയാക്കിയത്. പിന്നീട് ജ്യേഷ്ഠൻ്റെ നിർബന്ധത്തിന് വഴങ്ങി നിയമപഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറി. ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം നിയമം പഠിച്ചത്. ലണ്ടൻ മെട്രിക്കുലേഷൻ പരീക്ഷയിൽ ആദ്യം പരാജയപ്പെട്ടെങ്കിലും അടുത്ത ഉദ്യമത്തിൽ വിജയം കൈവരിച്ചു. ശേഷം 1891 നിയമപഠനം പൂർത്തിയാക്കി അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി. മുംബൈയിലെ കോടതിയിൽ തൻ്റെ അഭിഭാഷക പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ആദ്യ കേസ് വാദിക്കെ പതറിപ്പോവുകയും പിന്നീട് ജോലി അവസാനിപ്പിച്ച് ആവശ്യക്കാർക്ക് പരാതി എഴുതി കൊടുക്കുന്ന മറ്റൊരു ജോലി അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. ഇതിൽ അനിഷ്ടം പ്രകടിപ്പിച്ച ജ്യേഷ്ഠൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ദാദാ അബ്ദുല്ല ആൻഡ് കോയുടെ അഭിഭാഷകനായി 1893 അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലെത്തി. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരായും ഇന്ത്യക്കാർക്കായും സമരങ്ങൾ നടത്താൻ തുടങ്ങി. ഇത് സമരമുഖത്തേക്കുള്ള ഗാന്ധിജിയുടെ പ്രഥമ ചുവടുവയ്പ്പായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്വാൾ സുപ്രീം കോടതിയിലെ വക്കീൽ പണി ആരംഭിച്ച അദ്ദേഹം ഇന്ത്യക്കാർക്കെതിരായ കരിനിയമങ്ങൾ പിൻവലിക്കണമെന്ന് അവിടെ കൂടിയ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പതിയെ ദക്ഷിണാഫ്രിക്കയിൽ മോഹൻദാസ് ഗാന്ധിജി എന്ന് അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങി. ദക്ഷിണാഫ്രിക്കയിലെ തൻ്റെ പ്രവർത്തനഫലമായി സത്യാഗ്രഹം എന്ന ആശയത്തിന് അദ്ദേഹം രൂപം നൽകി. അതുകൊണ്ടാണ് ദക്ഷിണാഫ്രിക്കയെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. 1903 ജൂൺ 4 ഗാന്ധി ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ആരംഭിച്ചു. തുടർന്ന് ഡർബനിൽ നിന്ന് 14 മൈൽ അകലെ ഫിനിക്സ് എന്ന ആശ്രമം സ്ഥാപിക്കുകയും ചെയ്തു. ഇക്കാലത്ത് അദ്ദേഹം നിരവധി തവണ ജയിൽവാസം അനുഭവിച്ചു. 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങി. ഇതിൻ്റെ ഓർമ്മയ്ക്കായി 2003 മുതൽ ഈ ദിവസം ഭാരത സർക്കാർ പ്രവാസി ദിനമായി ആചരിക്കാൻ തുടങ്ങി. ശേഷം ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഉപദേശപ്രകാരം ഇന്ത്യയിലെങ്ങും സഞ്ചരിച്ച് ഗാന്ധിജി പഠനങ്ങൾ നടത്തി. അപ്പോഴാണ് രവീന്ദ്രനാഥ ടാഗോർ ശാന്തിനികേതനിലേക്ക് ഗാന്ധിജിയെ ക്ഷണിക്കുന്നത്. മരിക്കുവോളം നീണ്ട ഒരു സൗഹൃദത്തിൻ്റെ തുടക്കമായിരുന്നു അത്. ഗാന്ധിജിക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയതും ടാഗോറാണ്. 1915 മെയ് 25 സത്യാഗ്രഹികൾക്കായി അഹമ്മദാബാദിൽ അദ്ദേഹം ഒരു സത്യാഗ്രഹാശ്രമം സ്ഥാപിക്കുകയും പിന്നീട് സബർമതി തീരത്തേക്ക് ഈ ആശ്രമം മാറ്റുകയും ചെയ്തു. 1917 ബീഹാറിലെ ചമ്പാനരിലെ കർഷക തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായി നടത്തിയ സത്യാഗ്രഹമായിരുന്നു ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം. 1919 ഏപ്രിൽ 6 റൗലത്ത് നിയമത്തിനെതിരെ ഹർത്താൽ സംഘടിപ്പിക്കുകയും ഏപ്രിൽ 13 നടന്ന ജാലിയൻവാല വെടിവെപ്പിനെതിരെ നിലകൊള്ളുകയും സ്വദേശി പ്രസ്ഥാനത്തിന് അദ്ദേഹം തുടക്കം കുറിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് അന്നത്തെ പ്രമുഖ നേതാക്കളായ മോത്തിലാൽ നെഹ്റു, സിആർ ദാസ്, പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ എന്നിവർ ഗാന്ധിജിക്ക് പിന്തുണ നൽകി. പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതൃത്വം ഗാന്ധിജിയിലേക്ക് എത്തിച്ചേർന്നു. അഹമ്മദാബാദിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രങ്ങളായ നവജീവൻ, യങ് ഇന്ത്യ എന്നിവയുടെ പത്രാധിപ്രസ്ഥാനം ഗാന്ധിജി ഏറ്റെടുത്തു. അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. 1920 കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വരാജ് പ്രമേയം അവതരിപ്പിക്കുകയും 1921 സ്വദേശി പ്രസ്ഥാനത്തിനെതിരെ തുടർച്ചയായി വിദേശി വസ്ത്ര ബഹിഷ്കരണം നടത്തുകയും ചെയ്തു.
1922 ഗാന്ധിജിയെ 6 വർഷത്തെ തടവിന് വിധിച്ചു. ഈ ജയിൽവാസക്കാലത്താണ് അദ്ദേഹം തൻ്റെ ജീവിതകഥ പ്രതിപാദിക്കുന്ന ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എഴുതുകയും പിന്നീട് അത് നവജീവൻ യങ് ഇന്ത്യ എന്ന അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തത്. 1920 ആഗസ്റ്റ് 18 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചു. 1924 മാർച്ചിൽ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചായിരുന്നു അടുത്ത സന്ദർശനം. 1927 ഒക്ടോബറിൽ ഗാന്ധിജി കേരളത്തിലെത്തി. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിൽ 1934 ജനുവരിയിൽ ഗാന്ധിജി വീണ്ടും കേരളം സന്ദർശിച്ചു. ഇങ്ങനെ 5 തവണ ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഉപ്പ് നിർമ്മാണത്തിന് നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അക്രമരഹിത സത്യാഗ്രഹമായിരുന്നു ഉപ്പ് സത്യാഗ്രഹം. 1930 മാർച്ച് 12 ഉപ്പ് നിയമത്തിനെതിരെ സബർമതി ആശ്രമത്തിൽ നിന്ന് 390 കിലോമീറ്റർ അകലെയുള്ള ദണ്ഡി എന്ന തീരപ്രദേശത്തേക്ക് കാൽനടയാത്രയോടെയാണ് ഇത് ആരംഭിച്ചത്. ഗാന്ധിജിയുടെ ആത്മശക്തിയും ജനസ്വാധീനവും വിളംബരം ചെയ്ത സമരമായിരുന്നു ഇത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യയുടെ സമ്മതമില്ലാതെ ഇന്ത്യയെ ഭാഗമാക്കിയതിന് ബ്രിട്ടനോട് ഇന്ത്യയിലെ ദേശീയ നേതാക്കൾ നീരസം പ്രകടിപ്പിക്കുകയും പിന്നീട് യുദ്ധത്തിൽ ബ്രിട്ടനൊപ്പം പങ്കുചേരാൻ കോൺഗ്രസ് വിസമ്മതിക്കുകയും ചെയ്തു. ഇതിനു പകരം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എന്ന നിബന്ധന കോൺഗ്രസ് മുന്നോട്ട് വച്ചു. എന്നാൽ ഈ പ്രസ്താവന നിരസിച്ച ബ്രിട്ടീഷുകാർ ഒത്തുതീർപ്പിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ക്രിപ്സ് കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ചു. പക്ഷേ ക്രിപ്സ് കമ്മീഷന്റെ പ്രയത്നം പരാജയപ്പെട്ടു. തുടർന്ന് ഇന്ത്യക്ക് ഉടനടി സ്വാതന്ത്ര്യം നൽകുക എന്ന മഹാത്മാഗാന്ധിയുടെ ആഹ്വാനപ്രകാരം ആരംഭിച്ച നിയമലംഘന സമരമാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. 1942 ആഗസ്റ്റ് 8 ബോംബെയിലെ ഗോവാലിയറാങ് മൈതാനത്ത് അദ്ദേഹം നടത്തിയ ഡു ഓർ ഡൈ എന്ന ആഹ്വാനത്തിൽ ചെറുത്തുനിൽപ്പിനുള്ള ഗാന്ധിയുടെ ഉറച്ചതും അക്രമരഹിതവുമായ നിശ്ചയദാർഢ്യം പ്രതിഫലിച്ചു. സ്വാതന്ത്ര്യ ലബ്ധിയോടനുബന്ധിച്ച് രാജ്യം വിഭജിക്കുമെന്നായപ്പോൾ എങ്ങും കലാപം തുടങ്ങി. ഒടുവിൽ രാജ്യം വിഭജിക്കപ്പെട്ടു. 1947 അർദ്ധരാത്രി 12 മണിക്ക് ഇന്ത്യ സ്വതന്ത്രയായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഇന്ത്യ ജീവിക്കേണ്ടത് നഗരങ്ങളിലല്ല, മറിച്ച് ഗ്രാമങ്ങളിലാണ്, കൊട്ടാരങ്ങളിലല്ല, പകരം കുടിലുകളിലാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഗാന്ധിജി രാജ്യം മുഴുവൻ ആഘോഷങ്ങളിൽ മുഴുകിയപ്പോൾ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സ്വാതന്ത്ര്യമേകുകയും വ്രണപ്പെട്ടവരെ ശുശ്രൂഷിക്കുകയുമായിരുന്നു. 1948 ജനുവരി 30 വൈകിട്ട് 5:17 മതഭ്രാന്തനായ നാഥുറാം വിനായക് ഗോഡ്സെയുടെ കൈത്തോക്കിൽ നിന്നുതിർന്ന വെടിയുണ്ടയാൽ ഗാന്ധിജി കൊല്ലപ്പെട്ടു. അന്ന് വൈകിട്ട് ആകാശവാണിയിലൂടെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നെഹ്റു പറഞ്ഞു, നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് പ്രകാശം അണഞ്ഞു പോയിരിക്കുന്നു. ജനുവരി 31 അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം രാജ്ഘട്ടിൽ സംസ്കരിച്ചു. 1949 നവംബർ 15 നാഥുറാം ഗോഡ്സെയെയും കുറ്റവാളികളെയും രാജ്യം തൂക്കിലേറ്റി. ഒരു ജീവിതം കൊണ്ട് ഒത്തിരി ജീവിതങ്ങൾക്ക് വഴികാട്ടിയായ ഈ മഹാത്മാവിനെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യം വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. ഗാന്ധിയൻ ആശയത്തിനോടുള്ള ബഹുമാനാർത്ഥം എല്ലാ വർഷവും ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര അഹിംസാ ദിനമായി പ്രഖ്യാപിച്ചു. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.